ആൻഡ് സെക്കൻഡ് പോയിന്റ് ഇസ് ദാറ്റ് നമ്മൾ ഇന്നൊരു പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൂടുതലാണ്, വിച്ച് ഇസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസ് കുറച്ച് കഴിഞ്ഞാൽ മാരേജിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റും. നല്ല കള്ളു കുടിച്ച് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അലമ്പുണ്ടാക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭാര്യയെ പിടിച്ച് തല്ലുക, ഇതൊക്കെയാണ്. അപ്പോൾ അത് കണ്ട് വളർന്നൊരു കുട്ടി ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾ ഇവിടെ ഉണ്ട്, അവോയ്ഡൻ്റ് ആയിട്ടുള്ള ഇവിടെ ഉണ്ട്. അപ്പോൾ ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾ അവോയ്ഡൻ്റ് ആൾ നോക്കുന്ന സമയത്ത് അയാൾ അത്ര എക്സ്പ്രസീവ് അല്ല, അയാൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നു, അതിൽ ഇയാൾ ക്യൂരിയസ് ആവും. പക്ഷേ ഇന്നത്തെ ജനറേഷന് അത് ഇൻഡിവിജ്വാലിറ്റി കൂടുതൽ, ഹാപ്പിനെസ്, ഇതൊക്കെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതായത് അവർക്ക് അവരുടെ വ്യക്തിത്വം വിട്ട് കളയാൻ താല്പര്യമില്ല. അതേപോലെ മാരേജ് കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടെ അവരെ മനസ്സിൽ പ്രയോറിറ്റൈസ് ചെയ്യും. വിവാഹം ഒരു ഭാഗ്യപരീക്ഷണമാണോ അല്ലയോ? അതെ, അതാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിവാഹം എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റി ഈ പോഡ്കാസ്റ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ പഠിച്ചപ്പോൾ മാരേജിൻ്റെ ഒരു എവല്യൂഷൻ, ഓരോ കാലഘട്ടത്തിൽ മാരേജ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഇവോൾവ് ആയി വന്നതെന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. അതിനെപ്പറ്റി പഠിച്ചപ്പോൾ ആ പോയിൻ്റാണ് ആദ്യം മനസ്സിലാക്കിയത്. 1850-കൾക്ക് മുന്നേ മാരേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അതിനെ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ മാരേജ് എന്ന് പറയാം. അന്ന് മാരേജ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇവോൾവ് ആയി വന്നത് പ്യുവർലി സർവൈവലിന് വേണ്ടി മാത്രമായിരുന്നു. നമ്മുടെ പാർട്ട്ണർ നമ്മുടെ ഇന്നർ ചൈൽഡ് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നല്ലൊരു ലിസണർ ആണോ, അതൊന്നും അല്ല അന്നത്തെ നീഡ്. സർവൈവ് ചെയ്യണം, ബേസിക് ഫുഡ് ആൻഡ് ഷെൽട്ടർ കിട്ടണം, ഫാമിങ്ങിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ അന്നത്തെ ഒരു സിനിയർ നീ ആലോചിച്ച് നോക്കുക, പ്യുവർലി അഗ്രികൾച്ചറും ഫാമിംഗ് റിലേറ്റ് ചെയ്ത ജോബുകളായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഒരു പാർട്ട്ണറിനെ ആണ് അന്നത്തെ മാരേജ് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്യുവർലി സർവൈവലിന് വേണ്ടി മാത്രം. അവരുടെ മൈൻഡിലുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുമോ, നമ്മുടെ കുട്ടികൾക്ക് വിന്ററിന് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമോ, ഇതുപോലത്തെ ചിന്തകളായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്നത്തെ ആൻസേഴ്സും അന്നത്തെ ആളുകളുടെ മൈൻഡ് സെറ്റ് എല്ലാം മാരേജിനെ പറ്റി ഇങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് 1850-കൾ മുതൽ 1965 വരെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ നടന്ന സമയത്ത് മാരേജിൻ്റെ എവല്യൂഷൻ ചെറുതായിട്ടൊന്ന് മാറി, മാരേജ് ഇവോൾവ് ആയി വന്നു. അവിടെ പാർട്ട്ണറിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഒരു സെറ്റ് ഓഫ് ഡ്യൂട്ടീസ്, സെറ്റ് ഓഫ് റോൾസ് ഓരോ ആൾക്കാർ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ ഡെഫിനറ്റ്ലി മെയിൽ, അതായത് ഭർത്താവിന് അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് ദൂരെ ഒരു സ്ഥലത്തേക്ക് മാറി ജോലി ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. ഭാര്യ വീട്ടിലിരിക്കുന്ന ഒരു സിറ്റുവേഷനും ആയിരുന്നു. അപ്പോൾ ക്ലിയർലി ജോബ് റോൾ ഡിഫൈൻ ചെയ്തു. നിങ്ങളാണ് ബ്രെഡ് വിന്നർ, ഭർത്താവാണ് ബ്രെഡ് വിന്നർ, ഞാനാണ് ഹോം മേക്കർ എന്ന് ഭാര്യയുടെ പെർസ്പെക്റ്റീവിൽ അവർക്ക് സെറ്റ് ഓഫ് റൂൾസ് ഡിഫൈൻ ചെയ്തു. ബിക്കോസ് അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. 1960-കൾ മുതൽ ഈ കാലഘട്ടം വരെയുള്ള മാരേജ് ഇവോൾവ് ആയിട്ട് നമ്മുടെ സൊസൈറ്റി അതിൻ്റെ ഡൈനമിക്സ് മൊത്തം ചേഞ്ച് ചെയ്ത് വേറൊരു ഫേസിലേക്ക് എത്തി. അതെങ്ങനെയാണ് പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ മാരേജിനെ സെൽഫ് എക്സ്പ്രസീവ് മാരേജ് എന്നാണ് പറയുക. എങ്ങനെയാണ് പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ ഒരു ഓൾ ഇൻ വൺ സൂപ്പർ ആപ്പായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ് പാർട്ട്ണറിൽ നിന്ന്. ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും, അതായത് ആദ്യത്തെ കാലഘട്ടത്തിൽ 1880-കൾക്ക് മുന്നും 1850 മുതൽ 1960-കൾ വരെയും എക്സ്പെക്ടേഷൻസ് വളരെ കുറവായിരുന്നു. ആദ്യത്തെ കേസിൽ സർവൈവൽ ആയിരുന്നു, രണ്ടാമത്തെ കേസിൽ സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്നത് രണ്ട് ആൾക്കാർക്ക് സെറ്റ് ഓഫ് റോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാർട്ട്ണറിന് നമ്മൾ ഒരു പാഷനേറ്റ് ലവർ ആവണം എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യും, വിച്ച് മീൻസ് സെക്ഷൽ നീഡ്സ് മീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. രണ്ടാമത് അയാളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആവണം നമ്മൾ എക്സ്പെക്ട് ചെയ്യും. തേർഡ്, അയാളൊരു അടിപൊളി കോ പാരന്റ് ആവണം എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യും. കുട്ടീനെ വളർത്തുന്നതിൽ വളരെ നല്ല സപ്പോർട്ട് തരുന്ന ഒരാളാവണമെന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഫോർത്ത് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ലോഡ് ഷെയർ ചെയ്യുന്ന ഒരാളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഒരു ടോട്ടൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പെൻസിനെ ഈക്വലി ഷെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഉള്ള ഒരു പാർട്ട്ണർ ആവണം നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഫോർത്ത് വൺ, ഒരു തെറാപ്പിസ്റ്റ് ആവണം നമ്മൾ എക്സ്പെക്ട് ചെയ്യും. നമുക്കൊരു ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളെ വന്ന് മോട്ടിവേറ്റ് ചെയ്ത് നല്ലപോലെ അപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളാവണം നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ആൻഡ് ഫൈനലി ഒരു കരിയർ കോച്ച് ആവണം വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. നമ്മളുടെ കരിയറിനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം
എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഇത്രയും എക്സ്പെക്റ്റേഷൻസോട് കൂടിയാണ് നമ്മൾ മാരേജിന് ഇപ്പോൾ കാണുന്നത്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ മാസ്ലോസ് ഹൈറാർക്കി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മുന്നത്തെ കേസിലെ സർവൈവൽ മാത്രമാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി മാത്രമേ ട്രൈ ചെയ്യുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, സർവൈവൽ വളരെ കോമൺ ആണ്, സർവൈവ് ചെയ്യും നമ്മൾ. അപ്പോൾ സർവൈവൽ എന്നുള്ള സ്റ്റേജ് കഴിയുന്ന സമയത്ത് ഈ ഡിമാൻഡ്സും ഈ എക്സ്പെക്റ്റേഷൻസ് എല്ലാം ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങി. ഇതിലുള്ള പ്രോബ്ലം എന്താണെന്നുണ്ടെങ്കിൽ ഇത് ഇമ്പോസിബിൾ ആണ്. ഇത്രയും എക്സ്പെക്റ്റേഷൻസ് വെച്ച് നമുക്കൊരു പാർട്ട്ണറിനെ അപ്രോച്ച് ചെയ്ത് ആ പാർട്ട്ണർക്ക് അത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് 100% ഇമ്പോസിബിൾ. ഒരാൾക്ക് എങ്ങനെ ഇത്രയും റോൾ ചെയ്യാൻ പറ്റുക? പണ്ടത്തെ കേസിൽ നമ്മൾക്ക് ഈ ഓരോ എക്സ്പെക്റ്റേഷൻ വരുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ആളുകളെയാണ് പോയി കണ്ടിട്ടുണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിയിലുള്ള വേറെ ആരെങ്കിലും ആയിട്ട് സംസാരിച്ചിട്ട് സോൾവ് ചെയ്യുന്നുണ്ടാവും. പാരൻറ്റിങ് ടിപ്സോ പാരൻറ്റിങ്ങോ ചെയ്യേണ്ടി വന്നാൽ നമ്മുടെ ഫാമിലിയിൽ മുതിർന്ന ആളുകളുണ്ടാവും, തൊട്ടടുത്ത വീട്ടിലോ നൈബേഴ്സ് ആരെങ്കിലും ഒക്കെ ആയിട്ട് ഈ എല്ലാ റോളും ചെയ്തുകൊണ്ടിരുന്നത് ഡിഫറെൻറ്റ് ആൾക്കാരാണ്. ആ ഡിഫറെൻറ്റ് റോൾസ് ആണ് ഇന്ന് ഒരാളിലേക്ക് ഷ്രിങ്ക് ചെയ്തു വന്ന എക്സ്പെക്റ്റേഷൻ അത്രയും ഹൈ ആയ. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അതെങ്ങനെ എവല്യൂഷനെ ബേസ് ചെയ്തിട്ട് പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു, നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഹാപ്പി ആണോ എന്നുള്ളതൊന്നും എവല്യൂഷന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എവല്യൂഷൻ ആകെ നോക്കുന്നത് നിങ്ങൾക്ക് റിപ്രൊഡക്ഷൻ ഉണ്ടോ. എവല്യൂഷൻ ആകെ നോക്കുന്നത് ആർ യു റിപ്രൊഡ്യൂസിങ്, നമ്മളുടെ ജീൻസ് അടുത്തതിലേക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ടോ, റിപ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ടോ, സർവൈവ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമാണ് നാച്ചർ നോക്കുന്നുള്ളൂ. ബിക്കോസ് നേച്ചർ അങ്ങനെയാണ് ബൗണ്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു ഫാക്ടർ എന്താണെന്നുണ്ടെങ്കിൽ ലിമറൻസ് എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ്. നമ്മൾ ഒരാളുടെ അടുത്ത് പ്രണയത്തിലാവുന്ന സമയത്ത് പ്യുവർലി ലസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആദ്യത്തെ അട്രാക്ഷൻ വരുന്നത്. 100% ലസ്റ്റാണ്. അത് അല്ല എന്ന് പറയുന്ന വാദിക്കുന്ന ആൾക്കാരുണ്ടാവാം, പക്ഷെ എൻ്റെ പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. ആ ലസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എവല്യൂഷനെ ബേസ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത നമ്മുടെ സിസ്റ്റമാണ്. അത് കൃത്യമായിട്ട് പറയുന്നത് 18 months to 3 years. 3 years എന്ന് പറഞ്ഞാൽ 36 months, 18 months എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 വർഷം. 1.5 വർഷം മുതൽ 3 വർഷം വരെയാണ് ഈ ലസ്റ്റിൻ്റെ ഹണിമൂൺ പീരീഡ് ലാസ്റ്റ് ചെയ്യുള്ളൂ. അതെങ്ങനെ ആ ടൈം പീരീഡ് അത്ര കൃത്യമായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ, പണ്ട് മുതൽ ഇവോൾവ് ആയി വന്ന സമയത്ത് ഒരു കുഞ്ഞിനെ റിപ്രൊഡ്യൂസ് ചെയ്ത് ആ കുഞ്ഞിനെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കാൻ ഏകദേശം ഈ ഒരു ടൈം പീരീഡാണ് വന്നത്. അതുവരെയാണ് ഒരു പാരൻ്റൽ സപ്പോർട്ട് വേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ ലാസ്റ്റ് ചെയ്യുന്നില്ല റിലേഷൻഷിപ്പ് ചോദിച്ചാൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എങ്ങനെ വർക്ക് ആവുന്നതെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ കേസിൽ ഡോപ്പമീനാണ് റിലീസ് ചെയ്തിട്ട് ലസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, രണ്ടാമത് ലോങ് ടേം റിലേഷൻഷിപ്പിന് നമ്മൾ മോണോഗമസ് ആയിട്ട് ഒരാളുമായിട്ട് മാത്രം ഇൻറ്റിമേറ്റ് ആവാൻ ഓക്സിറ്റോസിനും വാസോപ്രസിനും റിലീസ് ആവണം. അങ്ങനെയാണ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വർക്ക് ആവുന്നത്. സോ ഇൻ ഷോർട്ട്, ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരാളുടെ അടുത്ത് ആദ്യം തോന്നുന്ന ഇൻഫാക്ച്വേഷനും ആദ്യം തോന്നുന്ന ഫീലിങ്സും പ്യുവർലി ലെസ്റ്റ് ആണെങ്കിൽ, അത് ഡോപ്പമൈൻ ഡ്രിവൺ ആണെങ്കിൽ, അതിനെ നമ്മൾ ലോങ് ടേമിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഓക്സിറ്റോസിനും വാസോപ്രസ് എന്ന് പറഞ്ഞ ഹോർമോൺസ് റിലീസായി അയാളുടെ അടുത്ത് അത്രയും ഇൻറ്റിമസി ഫീൽ ചെയ്യണം. എന്നാൽ മാത്രമാണ് അയാളുടെ അടുത്ത് നമുക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഇസ് ദാറ്റ് നമ്മൾ ഇന്നൊരു പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൂടുതലാണ്, വിച്ച് ഇസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസ് കുറച്ച് കഴിഞ്ഞാൽ മാരേജിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റും. അല്ലാതെ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് വെച്ച് ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് തിരിക്കുന്നതിനെക്കാട്ടി നല്ല എന്താ, എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുക. എൻ്റെ പാർട്ട്ണറിന് ഒരു സെറ്റ് ഓഫ് കേപ്പബിലിറ്റി കപ്പാസിറ്റി ഉണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ഇതിൽ മെയിനായിട്ട് ഒരു ഫണ്ണായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും 2 ഭാര്യമാരും 2 ഭർത്താക്കന്മാരും ഉണ്ടെന്ന് പറയാം. ഒന്ന് സാങ്കല്പിക ഭർത്താവും ഒന്ന് റിയാലിറ്റി ഭർത്താവും. അതേപോലെ തന്നെ ഭാര്യമാരുടെ കേസ് അതുകൊണ്ടേ പ്രശ്നം വരുന്നത്. ഈ സാങ്കല്പിക ഭർത്താവിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. റിയാലിറ്റി എന്താണോ അതിനെ അഡാപ്റ്റ് ചെയ്ത് അതിൽ എത്രത്തോളം ഭംഗി നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം കുടുംബജീവിതം കൊണ്ടുവരാൻ പറ്റും എന്ന് നോക്കി കഴിഞ്ഞാൽ പ്രശ്നം വരുന്നത്. ഈ സാങ്കല്പിക ഭർത്താവിനെ ക്രിയേറ്റ് ചെയ്യുന്ന സൊസൈറ്റിയാണ്. ഇതേപോലെ തന്നെയാണ് കല്യാണം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞ 2 കാലഘട്ടത്തിലുള്ളത്. അന്ന് ഈ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ല ആളുകൾക്ക്. ബിക്കോസ് അന്നത്തെ സൊസൈറ്റിയുടെ ഡൈനാമിക്സ് വെച്ചിട്ട് ആളുകളുടെ എക്സ്പെക്ടേഷൻ വളരെ കുറവായിരുന്നു. അത് സൊസൈറ്റിയാണ് എക്സ്പെക്ടേഷൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇന്ന് നീ എവിടെ തിരിഞ്ഞാലും ഹാപ്പി കപ്പിൾസ് ഇൻസ്റ്റാഗ്രാമിൽ റീല് പോസ്റ്റ് ചെയ്യുന്നു, ഫുൾ ഓഫ്. പക്ഷെ അതിന്റെ ആക്ച്വൽ റിയാലിറ്റി ചെക്ക് ആരും നടത്തുന്നില്ല. അവരുടെ ലൈഫിൽ ഒരു സിംഗിൾ ഫേസ് ആണ് അവർ കാണിക്കുന്നത്. അത് ആ ഫേസിന് മുന്നേ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നത്. പക്ഷെ അവർ ഷോക്കേസ് ചെയ്യുന്നത് ബെസ്റ്റ് പാർട്ട് മാത്രമാണ്. അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും
ഇത് മാത്രമാണ് അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നല്ല. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ പിന്നെയും ഇൻക്രീസ് ചെയ്യും. എനിക്ക് എൻ്റെ പാർട്ണർ ഒന്നും തരുന്നില്ലല്ലോ എന്ന്. സോ ഈ ഹൈ ലെവൽ ഓഫ് എക്സ്പെക്റ്റേഷൻ ആണ് മാരേജസിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ട് കോസ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ വിവാഹം ഒരു ഭാഗ്യപരീക്ഷണമാണ്. അപ്പോൾ നമുക്ക് ഭാഗ്യപരീക്ഷണം എന്താണെന്ന് നമ്മൾ ആദ്യം ഒന്ന് അറിഞ്ഞേക്കാം. ഓക്കെ, ലക്ക്, ഭാഗ്യം. കുറേ നമ്മൾ കേട്ടിട്ടുണ്ട്, അവന് ഭാഗ്യമുണ്ട്, ഇവന് ഭാഗ്യമുണ്ട്, ഇങ്ങനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു ഫിനോമിനനാണ്, ഒരു പ്രതിഭാസം. അതായത് നമുക്ക് ചാൻസ് ഉള്ളൊരു കാര്യം, എന്തോ ഒരു സംഭവം നടക്കാനും നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്താ, ചാൻസ് നമുക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുകയാണ്. ആ പ്രതീക്ഷ ഒന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ കിട്ടണം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരണം ആ സക്സസ്. അതാണ് ലക്ക്. അണ്ടർസ്റ്റുഡ്. ഇതൊരു നമ്മളൊരു ലോട്ടറി എടുക്കാമെന്ന് വിചാരിക്കാം. ഒരു ലോട്ടറി എടുക്കാൻ നമ്മൾ എടുത്തു, ഇന്ന ഡേറ്റിന് അടിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ലോട്ടറി എടുത്തിട്ടുണ്ട്, അടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അടിച്ചില്ല, നമ്മുടെ പ്രതീക്ഷയ്ക്ക് പോയി. അപ്പോൾ നമ്മൾ അൺലക്കിയെന്ന് വിചാരിക്കണം. ആ സ്പോട്ടിൽ പിറ്റേ ദിവസം നമ്മുടെ സ്ഥലം ഗവൺമെൻറ് ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ വാല്യൂനെയും കട്ടും 4 or 5 times നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ലക്കാണ്. കറക്റ്റ്. ഒരു ചാൻസ് ഉണ്ട് അവിടെ, ഗവൺമെൻറ് ഏറ്റെടുത്ത്. അത് നമുക്കറിയില്ലായിരുന്നു, അതിങ്ങനെ സംഭവിക്കും നമുക്കറിയില്ല, അപ്രതീക്ഷിതമായിട്ട് കയറി വരുന്നൊരു സാധനമാണ്. ഇതിൽ എൻ്റെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്കാണോ എഫേർട്ടാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. ഗ്രേറ്റ്, എക്സ്പ്ലെയിൻ. അതായത് ഇപ്പോൾ ലോട്ടറി എടുക്കുമ്പോൾ നമ്മൾ പറയും ലക്കാന്ന് പറയും. എഫേർട്ട് ഉണ്ട്, അത് ലോട്ടറി ടിക്കറ്റ് എടുക്കണം, നമ്മൾ ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ എഫേർട്ട്. ഇത് ഞാനൊരാളോട്, അതായത് എൻ്റെ ഒരു കൂട്ടുകാരനോട് ഇങ്ങനെ, അവൻ ലോട്ടറി എടുക്കും സ്ഥിരമായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അവനോട്, എന്താ നീ എപ്പോഴും ഇങ്ങനെ എടുക്കണ്ടല്ലോ, എന്തിനാണ് എടുക്കണമെന്ന് വെച്ചപ്പോൾ അവൻ പറയണത്, ലോട്ടറി എടുക്കണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്ക് അതായത് ഇങ്ങനെ ഇത്ര പൈസ വിന്നിങ് വേണം, നമ്മുടെ മൈൻഡിൽ ആഗ്രഹമുണ്ട്, നമ്മൾ എടുക്കാതിരുന്ന് നടക്കില്ല, അതെടുത്തുകൊണ്ടേ ഇരിക്കുക. അതിനൊരു എന്താ പറയുക, മറ്റേ ഒരു പൈസയുമായിട്ട് കാണണ്ട, നമ്മൾ ആ ചാൻസ് നീ വെറുതെ കളയാൻ പാടില്ല. അതാണ് അതിൻ്റെ പോയിന്റ്. ഈ രണ്ടാമത്തെ കേസിൽ സ്ഥലം ഏറ്റെടുത്തില്ലേ, അതിന് എഫേർട്ട് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എഫേർട്ടില്ല, പക്ഷേ ഒരു ചെറിയ ഇൻഡയറക്റ്റായിട്ട് എഫേർട്ട് ഉണ്ട്. അദ്ദേഹം ആ സ്ഥലം പരിപാലിക്കുന്നുണ്ട്. ആ സ്ഥലം അത്രയും കാലം അദ്ദേഹത്തിന് ടെറിട്ടറിയും അതുപോലെ ചെത്തിമിനുക്കി അല്ലെങ്കിൽ വീടൊക്കെ വെച്ച് നീറ്റായിട്ട് പരിപാലിച്ചു അയാളുടെ പേരിൽ തന്നെ. അപ്പോഴാണ്, അതുകൊണ്ടാണ് ആ ഗവൺമെൻറ് ഏറ്റെടുത്ത സമയത്ത് ഇയാളുടെ സ്ഥലം വന്നപ്പോൾ ഇയാളുടെ പേരിൽ തന്നെയാണ് അയാൾക്ക് ഒരുപാട് കിട്ടുന്നത്. അപ്പോൾ ലക്ക് ഒരു സൈഡിലുണ്ടെങ്കിലും നമ്മൾ എഫേർട്ട് ഇല്ലാണ്ട് നമുക്ക് ലക്ക് വരില്ല. എഫേർട്ട് എടുക്കുന്ന ആൾക്ക് മാത്രമേ ലക്ക് വരുള്ളൂ. കറക്റ്റ്, അണ്ടർസ്റ്റുഡ്. ഇനി നമ്മൾ ഈ ലക്ക് എങ്ങനെ മാരേജിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നീ നേരത്തെ പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്ത ഭാര്യയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കല്യാണം കഴിയുന്ന സമയമാകുമ്പോൾ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. 10 എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ ഒരു 3 എണ്ണമെങ്കിലും നമുക്ക് മീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഒരു എക്സ്പെക്റ്റേഷന് മീറ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ കിട്ടുന്നതാണ് ലക്ക്. ഇനി അത് പ്രതീക്ഷിച്ചും പ്രതീക്ഷ അല്ലാതെ എങ്ങനെ കിട്ടുക വെച്ച് കഴിഞ്ഞാൽ, 2 ആൾക്കാരെടുക്കാം. 2 ആൾക്കാർ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ആൾക്കാർക്ക്, അത് ആണുങ്ങളാണ്, അവർക്ക് എക്സ്പെക്റ്റേഷൻ ഉള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു പെൺകുട്ടി എക്സ്ട്രോവേർട്ടായിരിക്കണം, ഫിനാൻഷ്യലി കുറച്ച് സ്റ്റെബിളായിരിക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ളൊരു ആൾക്കാരാണ് 2 പേരും. അപ്പോൾ ഇത് മാട്രിമോണി അന്വേഷിച്ച് വന്നപ്പോൾ ഒരു പ്രൊഫൈല് 2 പേർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ 2 പേരും പരസ്പരം അറിയാത്ത ആൾക്കാരാട്ടോ, വേറെ വേറെ ദിക്കിലുള്ള ആൾക്കാരാണ്, ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഇന്ന ഡേറ്റ് പറഞ്ഞിട്ട് ഇനി ഞങ്ങൾ വരാണ് അന്ന ദിവസം. ആ പെണ്ണിൻ്റെ ക്യാരക്ടറൊന്നും അറിയില്ല, പക്ഷേ പെണ്ണ് കാണാൻ വേണ്ടി പോവാണ്. ആ പോണതിൻ്റെ തലേ ദിവസം അയാൾക്ക് വയ്യാണ്ടായി. അപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വയ്യാണ്ടായി. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരെന്ത് ചെയ്തു, സെക്കൻഡ് ടീം ഉണ്ടല്ലോ, അവരെ വിളിച്ച് പറഞ്ഞു നാളെ നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അവർ നമ്മൾ കണ്ടു, ഇഷ്ടപ്പെട്ടു, അത് കല്യാണം ഉറപ്പിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന് ലക്കായി. അതാണ് ലക്ക്. അതായത് നമുക്ക് കിട്ടുന്ന പാർട്ട്ണറിന് കുറച്ച് ക്വാളിറ്റീസ് ഉള്ള ഒരാളാണെങ്കിൽ അതൊന്നും കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ലക്ക് എന്ന് പറയും. നമുക്ക് അത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച കാര്യമാണ്. അത് നമ്മളൊരു ഗാർഡനിൽ, അതായത് ഒരു ഗാർഡൻ ഉണ്ടാക്കുന്ന പോലെയാണ്. ഗാർഡനിലെ സോയിലും വെതറും നമ്മുടെ കയ്യിൽ കൺട്രോളബിൾ അല്ല, പക്ഷേ അത് അതിൽ വെക്കേണ്ട ചെടികൾ അതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിലാണ്. അപ്പോൾ വിവാഹത്തിൽ കിട്ടുന്ന പാർട്ട്ണർ നമ്മുടെ ലക്കായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള എഫേർട്ട് ഉണ്ടല്ലോ, കുടുംബം എന്നുള്ളൊരു വേൾഡിനെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോവുക, അതിന് മുന്നോട്ട് കൊണ്ടുപോവുക, അങ്ങനത്തെ ഒരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ടാണ് ഞാൻ പറഞ്ഞ പോലെ പരിപാലനം. അതുണ്ടെങ്കിൽ നമുക്ക് ഈ ലക്ക് എഫേർട്ട് നമ്മൾ മീറ്റ് ചെയ്യാൻ പറ്റും. അക്കനെയും കട്ടും എഫേർട്ട് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അത് ഓൾറെഡി നമ്മുടെ ചൈൽഡ്ഹുഡിനെ ബേസ് ചെയ്തിട്ടാണ്. ചൈൽഡ്ഹുഡിൽ നമ്മളുടെ പാരൻസ് നമ്മളുടെ അടുത്ത് ഏത് ടൈപ്പ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലായിരുന്നോ ഉണ്ടായിരുന്നത്,
അതേ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലായിരിക്കും നമ്മൾ നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് ബിഹേവ് ചെയ്യുക. സൈക്കോളജിയിൽ ഇതിനൊരു വളരെ ബ്രോഡായിട്ടുള്ള സ്റ്റഡി ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. 4 ടൈപ്പ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് ഉള്ളത്. ആദ്യത്തെ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ്. ചെറുപ്പത്തിൽ പാരൻറ്റ്, അച്ഛനും അമ്മയും ആ കുട്ടിയുടെ അടുത്ത് വളരെ സെക്യൂർ ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. ആ കുട്ടിയുടെ ഓരോ നീഡും കുട്ടി പ്രകടിപ്പിക്കുന്ന സമയത്ത് വളരെ കാമായിട്ട് ആ നീഡെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്ന പാരൻ്റ് ആണെന്ന് സങ്കല്പിക്കുക. അതൊരു സെക്യൂർ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. നമ്മുടെ ടോട്ടൽ പോപ്പുലേഷനിൽ 50% സെക്യൂർ അറ്റാച്ച്മെൻ്റ് ആണ്. പകുതിയോളം ആൾക്കാർ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന ഈ രീതിയിലാണ്. അപ്പോൾ ആ കുട്ടി പാരൻറ്റുമായിട്ടൊരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് കണക്ഷൻ വന്നു. അപ്പോൾ പാരൻ്റ് കുട്ടിയുടെ അടുത്ത് നിന്ന് വിട്ടു പോകുന്ന സമയത്ത് അവർക്ക് വിഷമം തോന്നുമെങ്കിലും പാരൻ്റ് തിരിച്ചു വരുമ്പോൾ ഹാപ്പി ആവും. ഇവർ റിലേഷൻഷിപ്പിൽ വളരെ നല്ല ആൾക്കാരായിരിക്കും. ഭാവിയിൽ വളർന്നു വരുന്ന കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കും ഇവർ റിലേഷൻഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു കപ്പിൾ, ഒരു ലേഡി വീട്ടിലിരിക്കുന്നുണ്ട്. ആ ലേഡിയുടെ ഭർത്താവ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരികയെന്ന് വിചാരിക്കുക. ഒരു 10-15 മിനിറ്റ് ലേറ്റായി നോർമൽ ടൈമെന്ന്. അപ്പോൾ അവർ മനസ്സിൽ ചിന്തിക്കുക, ഓക്കെ ട്രാഫിക് ബ്ലോക്ക് എന്തെങ്കിലും ആയിരിക്കും, ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടാവും, ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട, വന്നോട്ടെ. ഇങ്ങനെ സെക്യൂർ ആയിട്ട് റിലേഷൻഷിപ്പിൽ ഒരു ട്രസ്റ്റും ഇൻറ്റിമസിയൊക്കെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും സെക്യൂർ അറ്റാച്ച്മെൻറ്റ് കാറ്റഗറിയിലുള്ളത്. രണ്ടാമത്തെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ്. ഇത് ചൈൽഡ്ഹുഡുമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ പറയാന്നുണ്ടെങ്കിൽ, പാരൻറ്റിൻ്റെ ബിഹേവിയർ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ചില സമയത്ത് കുട്ടിയുടെ അടുത്ത് നല്ലപോലെ എല്ലാ നീഡ്സും മീറ്റ് ചെയ്ത് കുട്ടിയുടെ കൂടെ സപ്പോർട്ട് ചെയ്തിരിക്കുകയും ചില സമയത്ത് കുട്ടി ഇഗ്നോർ ചെയ്തിട്ട് ദേഷ്യപ്പെട്ട് ഹാൻഡിൽ ചെയ്യുന്ന പോലെ ആയിരിക്കും. ഇത് ആക്ച്വലി അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ബിക്കോസ് ഒരു പാരൻറ്റിന് ഇമോഷണൽ സ്റ്റെബിലിറ്റി വരാം. എപ്പോഴും ഒരേപോലെ ഹാപ്പി ആയിട്ട് കുട്ടിയുടെ കൂടെ ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണ് കുട്ടിയെ ട്രീറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ചില സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് കുട്ടിയുടെ കൂടെ കളിച്ച് തിരിച്ച് നടക്കും. പക്ഷേ ഇതേപോലെ വേറൊരു ഫേസ്, കുട്ടിയുടെ അടുത്ത് ദേഷ്യപ്പെട്ട് കുട്ടീനെ റിജക്റ്റ് ചെയ്യുന്ന ഒരു ഫേസും ഉണ്ടെന്ന് സങ്കല്പിക്കുക. കുട്ടി എങ്ങനെ മൈൻഡ് ബിൽഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. എന്തുകൊണ്ട് ആങ്ഷ്യസ് ആവുന്നത്? എനിക്ക് എൻ്റെ പാരൻ്റ് എന്ത് വേർഷനാണ് തരാൻ പോകുന്നത് കുട്ടിക്ക് അറിയില്ല. ബിക്കോസ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് പാരൻ്റ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ പാരൻ്റ് കൂടെ ഉള്ളപ്പോൾ കുട്ടി ഹാപ്പി ആയിട്ടിരിക്കും. പാരൻ്റ് വിട്ടു പോകുന്ന സമയത്ത് കുട്ടി ആങ്ഷ്യസ് ആവും. തിരിച്ചു വരുന്ന സമയത്ത് ഈ ആങ്സൈറ്റി കാരണം കുട്ടിക്ക് ചിലപ്പോൾ പാരന്റിനോട് അടുക്കാതെ കരയാനും ബഹളം വെക്കാനൊക്കെ തുടങ്ങും. ഇങ്ങനെ വളർന്നു വന്ന ഒരു ചൈൽഡ് മാരേജിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരൊട്ടും സെക്യൂർ ആയിരിക്കില്ല റിലേഷൻഷിപ്പിൽ. എപ്പോഴും ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. ഇതേ കേസിൽ ആദ്യത്തെ എക്സാമ്പിൾ എടുത്തു നോക്കുക. 10 മിനിറ്റ് ലേറ്റായി ഭർത്താവ് വരാൻ. ഇവർ ഒരുപാട് ചിന്തകൾ തുടങ്ങും. എന്നെ ഇഷ്ടമല്ല, വേറെ ആരുടെയെങ്കിലും കൂടെ പോയതായിരിക്കും, എന്നോട് നുണ പറഞ്ഞിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് പോയതായിരിക്കും എന്ന് വിചാരിച്ച് ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. ഈ ആങ്സൈറ്റി കാരണം റിലേഷൻഷിപ്പിൽ അവരെപ്പോഴും അവർക്ക് വാലിഡേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പിനെ, അതായത് അവരുടെ ആങ്ഷ്യസ് ഫേസ് കാണിക്കുമ്പോൾ മറ്റേ പാർട്ട്ണർ ഉണ്ടല്ലോ, ഓക്കെ അങ്ങനെയല്ല കേട്ടോ, ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് അവർ എക്സ്പെക്ട് ചെയ്യും. എപ്പോഴും കൺസോൾ ചെയ്യുന്ന ഒരു പാർട്ട്ണറെ അവർ എക്സ്പെക്ട് ചെയ്യാം. ഇത് ഈ പാരന്റിങ് തുടങ്ങിയ പരിപാടിയാണ്. ചൈൽഡ്ഹുഡിലെ പാരന്റ് ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് അവർ വളർന്ന് വലുതായപ്പോൾ ഇങ്ങനെ ഒരു ഫേസിലേക്ക് എത്തിയത്. മൂന്നാമത്തെ അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് അവോയ്ഡൻറ്റ്. പാരന്റ് ഒട്ടും കുട്ടിയുടെ അടുത്ത് അറ്റാച്ച്ഡ് അല്ല. കുട്ടിയുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് പാരന്റ് അത് അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരുന്നു, ഇഗ്നോർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള പാരന്റ്സ് ഉണ്ട്. കുട്ടിയുടെ ഫീലിങ്സിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു, ഒരു ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റും കാണിച്ചില്ല എന്ന് സങ്കല്പിക്കുക. കുട്ടി അപ്പോൾ ചെറുപ്പത്തിൽ മൈൻഡിൽ ബിൽഡ് ചെയ്യുന്നത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യില്ല കുട്ടി. ബിക്കോസ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അച്ഛനത് അമ്മയായാലും റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടി ഭയങ്കര കോൾഡായി ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ മടിയുള്ള ആളായിരിക്കും. സന്തോഷം വന്നാൽ സന്തോഷം കാണിക്കില്ല, സങ്കടം വന്നു കഴിഞ്ഞാൽ അതും എക്സ്പ്രസ് ചെയ്യില്ല. ബിക്കോസ് പാരന്റ് അങ്ങനെയാണ് കുട്ടീനെ ട്രെയിൻ ചെയ്യിക്കുന്നത്. ഇവർ റിലേഷൻഷിപ്പിൽ ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ, ഈ എക്സാമ്പിൾ തന്നെ എടുക്കുക. ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത്, ഭർത്താവ് അവോയ്ഡൻ്റ് ആയിട്ട് വളർന്നൊരു കുട്ടിയാണെങ്കിൽ ഭാര്യ ആണെങ്കിൽ സെക്യൂറായി വളർന്ന ആളാണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ എനിക്കിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എനിക്കിങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്,
നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ അവോയ്ഡൻ്റ് ആയിട്ട് ഒരാളുടെ അടുത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പെട്ടെന്ന് ഒളിച്ചോടും. എനിക്കതൊന്നും കേൾക്കണ്ട. ബിക്കോസ് ആ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനും അതുപോലത്തെ ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷൻസിന് പ്രിപ്പയർഡ് അല്ല. ബിക്കോസ് അവർ അവോയ്ഡൻ്റ് ആയിട്ട് വളർന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് അവരെന്തെങ്കിലും ഇന്റേണൽ ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസുമായിട്ട് വരുന്ന സമയത്ത് ഇയാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും പ്രോബ്ലം ആയിട്ടുള്ള കാര്യം എന്താണെന്നുണ്ടെങ്കിൽ അവോയ്ഡൻ്റ് ആയിട്ടുള്ള ഒരാളും ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാളും കൂടെ ക്ലബ് ചെയ്യുക എന്നുള്ളതാണ്. ഇവർ തമ്മിൽ കല്യാണം കഴിച്ചാലാണ് ഏറ്റവും പ്രോബ്ലം ഉള്ളത്. പക്ഷേ 99% ഇവർ അട്രാക്റ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലുമാണ്. ബിക്കോസ് ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാൾ അവോയ്ഡൻ്റ് ഒരാളെ നോക്കിക്കാണുന്നത് എന്താ, അയാൾ അത്ര എക്സ്പ്രസീവ് അല്ല. ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾ ഇവിടെ ഉണ്ട്, അവോയ്ഡൻ്റ് ആയിട്ടുള്ള ഇവിടെ ഉണ്ട്. അപ്പോൾ ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾ അവോയ്ഡൻ്റ് ആളെ നോക്കുന്ന സമയത്ത് അയാൾ അത്ര എക്സ്പ്രസീവ് അല്ല, അയാൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നു. അതിൽ ഇയാൾ ക്യൂരിയസ് ആവും. അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഈ ആങ്ഷ്യസ് ആയിട്ടുള്ള ആളും അറ്റാച്ച്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ബിക്കോസ് ഇവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ കുറച്ച് കംഫർട്ടിങ് ഈ അവോയ്ഡൻ്റ് ആൾക്ക് കിട്ടും. ഇവർ തമ്മിൽ മാരേജ് ആയിക്കഴിഞ്ഞാൽ ഹണിമൂൺ ഫേസ് കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ ലിറ്ററലി എന്താ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ആങ്ഷ്യസ് ആയിട്ടുള്ള ആളും അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആളും കല്യാണം കഴിക്കേണ്ട സെക്യൂർ ആയിട്ടുള്ള ഒരാളെയാണ്, സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ഒരാളെയാണ്. അതെങ്ങനെ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്ക് ആങ്സൈറ്റി വർക്ക് ആവുന്ന സമയത്ത് സെക്യൂർ ആൾ പറഞ്ഞു കൊടുക്കും, ഇറ്റ്സ് ഓക്കെ, ഞാനിവിടെ ഉണ്ട്. ബിക്കോസ് അയാൾ വളർന്നു വന്നത് അങ്ങനെയാണ്. അയാൾക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞാനിവിടെ നിൻ്റെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനുണ്ട്, ഐ ക്യാൻ ഗിവ് യു സപ്പോർട്ട് എന്നുള്ളത് സെക്യൂർ ആയിട്ടുള്ള ആൾ കൊടുക്കും ആങ്ഷ്യസ് ആൾക്ക്. ഇനി സെക്യൂർ ആയിട്ടുള്ള ആളും അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആൾ കല്യാണം കഴിച്ചാൽ വിചാരിക്കാം, അവോയ്ഡൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഇടുന്ന സമയത്ത് ഓക്കെ അത് അയാളുടെ ഫ്രീഡമാണ്, അയാൾക്കിപ്പോൾ ഒരു സ്പേസ് വേണ്ട സമയമാണ്, അയാളത് എടുത്തോട്ടെ എന്ന് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി സെക്യൂർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കുണ്ടാവും. സോ ഇൻ ഷോർട്ട്, നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മൾ റിലേഷൻഷിപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾക്ക് ചൈൽഡ്ഹുഡിൽ കിട്ടിയ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. സോ ഐ ആസ്ക് എവ്രി വൺ, ഏതൊരു കുട്ടിക്കും പാരൻറ്റിങ് ചെയ്യുന്ന സമയത്ത് സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ബിൽഡ് ചെയ്യുക. ബിക്കോസ് നമ്മൾ അവരുടെ ഒരു ഫ്യൂച്ചറാണ് ഡിസൈഡ് ചെയ്യുന്നത്. അവർ റിലേഷൻഷിപ്പിൽ എങ്ങനെ വർക്കാവും എന്നുള്ളതൊക്കെ നമ്മൾ ആസ് എ പാരൻ്റ് ആണ് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ. അത് കണക്റ്റഡ് ആണ്. സോ കുട്ടികൾ എന്തെങ്കിലും നീഡ്സ് പറയുന്ന സമയത്ത് അതിന് ഇഗ്നോർ ചെയ്യാതെ ആ നീഡിനെ ഏറ്റവും ബെസ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഉണ്ടാക്കിയാൽ അവർ റിലേഷൻഷിപ്പിൽ സക്സസ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇപ്പം നീ ഇത്രയും പറഞ്ഞാൽ എനിക്കൊരു ഡൗട്ടുണ്ട്. അതായത് ഇപ്പോൾ പണ്ടത്തെ ഒരു ജനറേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല കള്ളു കുടിച്ച് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അലമ്പുണ്ടാക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭാര്യയെ പിടിച്ച് തല്ലുക, ഇതൊക്കെയാണ്. അപ്പോൾ അത് കണ്ട് വളർന്നൊരു കുട്ടി, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ആൺകുട്ടി വലുതായി കഴിഞ്ഞാൽ എന്താ ചിന്തിക്കുക വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഭാര്യനെ ഈ അമ്മ അനുഭവിച്ച് ഒന്നും അനുഭവിക്കാൻ പാടില്ല, ഞാൻ ഏറ്റവും സ്നേഹം കൊടുക്കണം എന്ന് ചിന്തിച്ച് വരുന്ന ആണുങ്ങളായിരിക്കും. പെൺകുട്ടികളാണെങ്കിൽ ഇതേപോലത്തെ ഒരു ഭർത്താവിന് കിട്ടുകയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ അതിനെ തിരിച്ച് പ്രതിരോധം എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് ചെറുപ്പം മുതൽ ചിന്തിച്ച് വന്ന കുട്ടിയായിരിക്കും. അപ്പോൾ എൻ്റെ ഡൗട്ട് ഇത് രണ്ടും, അതായത് ഭാര്യ ഭർത്താവിനെ അടിച്ച് വളർത്തുന്നു, അതേ ക്യാരക്ടർ തന്നെ ഈ കുട്ടിയും അവരെ പാർട്ട്ണറോട് കാണിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ അമ്മ സഹിച്ച പോലെ തന്നെ പാർട്ട്ണറോട് സഹിക്കാമെന്ന് വിചാരിക്കുക. ആ ഒരു കാര്യത്തിന് എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത്? ഇത് വളരെ റിലവൻറ്റ് ക്വസ്റ്റ്യനാണ്. ഞാൻ ആകെ 3 അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലേ പറഞ്ഞുള്ളൂ. ഇനി 4ാമതൊരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുണ്ട്. അതാണ് ഇപ്പം നീ പറഞ്ഞ എക്സാമ്പിൾ. ബെസ്റ്റ് എക്സാമ്പിളാണ് ഡിസ്ഓറിയൻറ്റഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയും. ചെറുപ്പത്തിൽ ആ കുട്ടിയുടെ പാരൻസിൽ നിന്ന് കിട്ടിയത് കംപ്ലീറ്റ് ട്രോമയും ഫിയർഫുൾ എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കുക. അതാണ് നീ ഇപ്പം ഈ പറഞ്ഞ എക്സാമ്പിൾ. അതിനെ ഡിസ്ഓറിയൻറ്റഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ പാരൻ്റായിട്ട് പറയുക. കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട, കുട്ടിയുടെ നീഡ്സിനെ മീറ്റ് ചെയ്യേണ്ട പാരൻസിന് കുട്ടിക്ക് ഫുൾ ട്രോമാസ് കിട്ടിയത്. ഇതെങ്ങനെയാണ് ഭാവിയിൽ ഡെവലപ്പ് ആവുകയെന്നുണ്ടെങ്കിൽ കുട്ടി വളരെ കൺഫ്യൂസ്ഡ് ആവും. കുട്ടി വളർന്നു വരുന്ന സമയത്ത് കുട്ടിക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്ന എക്സ്പെക്റ്റേഷൻസ് ഫുൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഞാൻ പഠിച്ചത് പ്രകാരം എങ്ങനെ മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഹോട്ട് ആൻഡ് കോൾഡ് 2 എക്സ്ട്രീംസിലേക്ക് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ചില സമയത്ത് ആ കുട്ടിക്ക് ആ റിലേഷൻഷിപ്പിനോട് വളരെ ആഗ്രഹം തോന്നി, ആ കുട്ടിയുടെ നമ്മൾ ചില റിലേഷൻഷിപ്പിൽ കണ്ടിട്ടുണ്ടോ, രാത്രി ഭയങ്കര അടിയുണ്ടാക്കി
തല്ലും പിടിച്ച ആൾക്കാർ പിറ്റേ ദിവസം രാവിലെ ആവുന്ന സമയത്ത് ഒന്നും സംഭവിക്കാത്ത പോലെ രാവിലെ എഴുന്നേറ്റിട്ട് പോകും. ഇതാണ് ഈ ഹോട്ട് ആൻഡ് കോൾഡ് എന്നുള്ള ഈ ഒരു ഇമോഷൻസിൻ്റെ ഇടയിൽ കളിക്കും. ചില സമയത്ത് പാർട്ട്ണറിൻ്റെ അടുത്ത് ജീവന തുല്യം സ്നേഹം കാണിക്കുകയും ഇതേ ആള് തന്നെ വേറൊരു സിറ്റുവേഷനിൽ മേ ബി പിറ്റേ ദിവസവും അടിച്ച് ബഹളവും തെറിവിളിയും എല്ലാമായിരിക്കും. ഇതാണ് ഡിസ്ഓറിയൻറ്റഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയാം. രണ്ട് എക്സ്ട്രീംസിലേക്ക് ഇവർ സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും, സ്റ്റേബിൾ അല്ലാതെ, അൺപ്രഡിക്റ്റബിളായി. ഇതും ഈ പറഞ്ഞതുപോലുള്ള നീ പറഞ്ഞ പാരൻറ്റിങ് സ്റ്റൈല് ചെറുപ്പത്തിൽ കിട്ടിയ ആൾക്കാരാണ് ഇങ്ങനെ വലുതായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ള പോയിന്റ് വെച്ചാൽ മനുഷ്യന്മാർ എന്തിനാണ് ലൈഫിൽ റിസ്ക് എടുക്കുന്നത്? അതിന് മെയിനായിട്ട് നമ്മുടെ ബ്രെയിനിൽ ഒരു കാര്യമുണ്ട്, റിസ്ക് റിവാർഡ് സിസ്റ്റം എന്ന് പറയും, ഡോപ്പമിൻ. നമ്മളൊരു പ്രവൃത്തി ചെയ്തു, ആ പ്രവൃത്തി നമ്മുടെ ആവശ്യം പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ നടന്നെങ്കിൽ നമുക്ക് ഈ ഡോപ്പമിൻ റിലീസ് ആയിക്കൊണ്ടിരിക്കും, അത് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സന്തോഷിക്കൊണ്ടിരിക്കും. ഇതേ സാധനം നമ്മൾ റിസ്ക് എടുത്തിട്ടൊരു കാര്യം ചെയ്തിട്ട് റിവാർഡ് കിട്ടിയെന്ന് വിചാരിക്കും, ഈ ഇറങ്ങുന്ന ഡോപ്പമിൻ്റെ റിലീസ് ചെയ്യുന്ന ഡോപ്പമിൻ്റെ ഹാപ്പി ഹോർമോൺസ് ഇല്ലേ, അത് ഒരുപാട് കൂടുതലായിരിക്കും, നോർമലിനെക്കാട്ടും ഭയങ്കര കൂടുതലായിരിക്കും. അതെങ്ങനെ കണ്ടേഷൻ? നമ്മളൊരു നോർമൽ ക്രിക്കറ്റ് മാച്ച് എടുത്തു, അതായത് നോർമലായിട്ട് രണ്ട് കൺട്രീസ് നമ്മൾ മാച്ച് ചെയ്യുന്നു, ജയിക്കുന്നു. അപ്പോൾ ജയിക്കുന്ന ടീമിന് സന്തോഷവും, തോക്കുന്നത്. നേരെ മറിച്ച് അത് വേൾഡ് കപ്പിലാണെന്ന് വിചാരിക്കുക. വേൾഡ് കപ്പിലെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് പ്ലേ ഓഫ് വരും, അതായത് പുറത്ത് പോകാൻ സാധ്യതയുണ്ട്, അത് റിസ്ക്കാണ്. അപ്പോൾ ആ റിസ്ക് കൂടെ ഉള്ളതുകൊണ്ട് എന്താണ്, ആ റിസ്ക് ഏറ്റെടുത്ത് ജയിച്ച് വരുമ്പോഴാണ് ഈ വേൾഡ് കപ്പിന് ഇത്രയും ഹരവും ഇത്രയും ഇത് കൂടുന്നത്, ഡോപ്പമൈൻ റിലീസ് ആവുന്നത്. ഇതേ സാധനം നമ്മൾ എങ്ങനെ മാരേജിൽ കണക്ട് ചെയ്യും? അപ്പോൾ മാരേജിൽ എന്താണ് റിസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാരേജിൽ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ഉണ്ട്. അതായത് നമ്മൾ വിചാരിക്കും നമ്മുടെ മാരേജിന് ടൈമായി കഴിയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂട്ടുകാരനായിരിക്കണം, നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും നമുക്ക് ഫിനാൻഷ്യൽ പ്രശ്നമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും സപ്പോർട്ടും സ്റ്റെബിലിറ്റി ഉള്ള ഒരാളായിരിക്കണമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അത് കിട്ടാതെ പോവാം, അതാണ് അവിടുത്തെ കാൽക്കുലേറ്റഡ് റിസ്ക്. എന്നിട്ട് ഇനി ഇപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കും, ആ റിസ്ക് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ആ പാർട്ട്ണറെ കിട്ടി, നമുക്ക് ഡെയിലി ഡോപ്പമിൻ റിലീസ് ആയിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ മീറ്റ് ചെയ്ത എക്സ്പെക്റ്റേഷനിൽ ഒരു 50 to 60% മീറ്റ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നതോറും സന്തോഷം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പാർട്ട്ണർ കൂടുതൽ സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ റിസ്ക് ഫാക്ടർ ഇതിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് സൈക്കോളജി ഓഫ് വുമൺ, പ്രീവിയസ് ജനറേഷൻ ആൻഡ് ഇപ്പോഴത്തെ ജനറേഷൻ. അതിലാദ്യം ജനറലായിട്ടൊരു കാര്യം വേണം, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും. മാരേജ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് പ്രീവിയസ് ജനറേഷൻ ചിന്തിച്ചിരുന്നത് അതൊരു സോഷ്യൽ നെസസിറ്റിയും അതേപോലെ ഒരു സ്റ്റെബിലിറ്റി ആയിരുന്നു, ഇമോഷണൽ ആവാം ഫിനാൻഷ്യൽ ആവാം, അത് സാമൂഹിക ഭദ്രത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. സാമൂഹിക ഭദ്രത, അതെ. അതെ. പക്ഷേ ഇന്നത്തെ ജനറേഷന് അത് ഇൻഡിവിജ്വാലിറ്റി, കൂടുതൽ ഹാപ്പിനെസ്, ഇതൊക്കെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതായത് അവർക്ക് അവരുടെ വ്യക്തിത്വം വിട്ട് കളയാൻ താല്പര്യമില്ല. അതേപോലെ മാരേജ് കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടെ അവരുടെ മനസ്സിൽ പ്രയോറിറ്റൈസ് ചെയ്യും. കറക്റ്റ്. അതൊരു ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം, പഴയ ജനറേഷൻ ഇപ്പോൾ ജനറേഷൻ സ്ത്രീകളിലുണ്ടായ വ്യത്യാസം, ഐഡൻറ്റിറ്റി. പഴയ ജനറേഷനിലെ സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ, അമ്മ, മരുമകൾ എന്നുള്ള ഐഡൻറ്റിറ്റിയിൽ ജീവിച്ചു പോവുക. ഞാൻ എന്ന ഐഡൻറ്റിറ്റീനെ സാക്രിഫൈസ് ചെയ്യുക കുടുംബം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. കറക്റ്റ്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷന് ഈ ഐഡൻറ്റിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനെന്ന ഐഡൻറ്റിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഹോബീസ് ഒന്നും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. അതേപോലെ തന്നെ ഞാൻ എന്ന ഐഡൻറ്റിറ്റിയോട് ഒപ്പം തന്നെ ഞങ്ങൾ എന്ന ഐഡൻറ്റിറ്റി ഒരുമിച്ച് പോകണം എന്നുള്ളതാണ്. കറക്റ്റ്. പണ്ടത്തെ ആ ജനറേഷൻ തിങ്കിങ് മാറി. രണ്ടാമത്തെ പോയിന്റ് ടോളറൻസ് ആൻഡ് കോംപ്രമൈസ്. ഇത് നമ്മുടെ പ്രീവിയസ് ജനറേഷനിലെ പാരൻസ് എന്ന് പറഞ്ഞാൽ ഭർത്താവായാലും ഭാര്യയായാലും ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി ദ്രോഹിക്കുന്ന ഒരാളാണ് വിചാരിക്കുക. ആ ഒരു കാര്യത്തിനെ സഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾ. അതിനെന്താ കാരണം വരെ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സമൂഹത്തിൻ്റെ പ്രഷറാണ്. അതായത് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇനി ഇത്രയും പേര് എന്ത് പറയും, അല്ലെങ്കിൽ ഇവർ നമ്മളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞുണ്ടാക്കുന്നൊരു പേടി. രണ്ടാമത്തത് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല അന്നത്തെ സ്ത്രീകൾ. കാരണം ജോലിക്ക് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ല, അടുത്ത് എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ല. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാരണം. പക്ഷേ ഇന്നത്തെ ജനറേഷൻ അങ്ങനെയല്ല. ഇന്നത്തെ ജനറേഷൻ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, അവൈലബിൾ, സെക്യൂർ ചെയ്തിട്ടാണ് മാരേജ് എന്ന കൺസെപ്റ്റിലേക്ക് കടക്കുന്നത്. അപ്പോൾ അവർക്ക് ദ്രോഹം വരുന്നതോ അല്ലെങ്കിൽ അവരുടെ ഫ്രീഡത്തിനെ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കോംപ്രമൈസ് ആവശ്യമില്ല. അവർ ഡിവോഴ്സ് എന്നുള്ള കാര്യത്തിലേക്ക് തീരുമാനത്തിലേക്ക്
ഡയറക്റ്റ് എന്ന് വെച്ചാൽ ധൈര്യത്തോടെ വരും. പണ്ട് ഇതൊരു എന്താ പറയുക ക്രൈമായിട്ട് കണ്ടു. അതായത് ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞു എന്തോ ഒരു സംഭവമാണ് ചെയ്തു എന്ന് കഴിഞ്ഞാൽ നീ നെഗറ്റീവായ ഒരാളാണ് ചിന്തിക്കുന്ന ആ സമയത്ത്. ഇന്ന് അങ്ങനല്ല. എൻ്റെ ഇൻഡിവിജ്വലായിട്ട് നീ ഒരു തീരുമാനം എടുത്തു. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാനെന്ന ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ എന്നെ ദ്രോഹിക്കുന്ന ഒരു കാര്യം ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്നുള്ള ധൈര്യമായിട്ടുള്ള കാര്യം വന്നു. മൂന്നാമത്തെ പോയിൻ്റാണ് ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് പ്രീവിയസ്ലി ജനറേഷൻ നീ പറഞ്ഞ പോലെ ഒരു ഡ്യൂട്ടീസൊക്കെ ഉണ്ട്. അതായത് ഭാര്യ എന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കണം, ഭർത്താവിന് ഫുഡ് വെച്ച് കൊടുക്കണം. അങ്ങനെ ഭർത്താവ് എന്ന് പറഞ്ഞ ആൾ ഫിനാൻഷ്യലി നോക്കണം. അതായത് പോയിട്ട് ജോലി ചെയ്ത് ബ്രെഡ് വിന്നറാണ്. അതെ, ഏൺ ചെയ്ത് കുടുംബം നോക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ കൺസെപ്റ്റ്. ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ നേരെ തിരിച്ചു. അതായത് എല്ലാം ഈക്വൽ ആയിരിക്കണം. കുട്ടികളെ നോക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലെ പണികളായിക്കോട്ടെ ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഭർത്താവ് ഇതുപോലെ ജോലി ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതിന് പകരം ആണുങ്ങളുടെ സ്വഭാവം മാറി. ആണുങ്ങൾക്ക് മൈൻഡിൽ വന്നു തുടങ്ങി കൂടെ ഈ പെൺകുട്ടികൾ ജോലി ചെയ്ത് വരണം എന്നുള്ളത്. ഇതിൽ ഒരേ ഒരു കാര്യം മാത്രം, എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. അതായത് ഞാൻ പറഞ്ഞ ഈ കാര്യത്തിൽ ബന്ധമില്ലാതെ ചില സ്ത്രീകൾ അതായത് ജോലിക്കും പോകാൻ പറ്റില്ല, പക്ഷെ ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അതേപോലെ കുട്ടികളെ നോക്കണം എന്നുള്ള ഇക്വാലിറ്റി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഒരു ശരിയായ കാര്യമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈക്വാലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവരും ജോലിക്ക് പോയിട്ട് ഭർത്താവിനെ പോലെ ഫിനാൻഷ്യലി സ്റ്റേബിളായി നോക്കുക. ഇക്വാലിറ്റി എന്നുള്ളത് ഡൊമസ്റ്റിക് ആക്ടിവിറ്റി, അതായത് വീട്ടിലെ ലേബറിൽ മാത്രമല്ല ഇക്വാലിറ്റി, എല്ലാ കാര്യത്തിലും ഇക്വാലിറ്റി കൊണ്ടുവരണം. അപ്പൊ ഫിനാൻഷ്യലി ഹസ്ബൻഡാണ് ബ്രെഡ് വിന്നർ എന്നുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് പാർട്ട്ണർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ പാർട്ട്ണർ ഹൗസ് ഹോൾഡിൽ അത് കാണിക്കണം. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് വെച്ചാൽ മെന്റൽ ലോഡ് കുറയ്ക്കണം. രണ്ടുപേരിൽ ഈ രണ്ടുപേർക്ക് ഒരു മെന്റൽ ലോഡ് വരും. അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ മെന്റൽ ലോഡ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നുണ്ടാവുക. ഇപ്പൊ ഒരാൾ മാത്രമാണ് ബ്രെഡ് വിന്നർ എന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള മെന്റൽ ലോഡ് ഉണ്ടാവും. അപ്പൊ അയാൾക്ക് ചിലപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഇതൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലായിരിക്കും. പക്ഷെ നേരെ മറിച്ച് ഈ പാർട്ട്ണർ എക്കണോമിക്കലി ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, മെന്റൽ ലോഡ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഷോർട്ട് ഇത് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇടയിൽ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. മാക്സിമൈസേഴ്സും ഉണ്ട്, സാറ്റിസ്ഫൈസേഴ്സും ഉണ്ട്. മാക്സിമൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഏത് ചോയ്സ് എടുത്താലും ബെസ്റ്റ് വേണം എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് മാക്സിമൈസേഴ്സ്. ഒരു എക്സാമ്പിൾ എങ്ങനെ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഫ്രൈഡേ നൈറ്റിന് നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടൊരു സിനിമ കാണാൻ തീരുമാനിച്ചു വിചാരിക്കാം. എന്താ സംഭവിക്കുക മാക്സിമൈസിൻ്റെ കേസിലെന്നറിയോ? അവർ എല്ലാം ഒരു ട്രെയിലർ കാണും, 1 മിനിറ്റ് 30 സെക്കൻഡ് ട്രെയിലർ കാണും. എന്നിട്ട് അവസാനം 30 മിനിറ്റ് ഒരു 10-25 പടത്തിന്റെ ട്രെയിലർ കണ്ടിട്ട് ഒരു സിനിമയെ കാണാതെ സുഖമായിട്ട് കാണും. അതാണ് മാക്സിമൈസേഴ്സ്. അവർക്ക് എപ്പോഴും അവർ ചെയ്യുമ്പോൾ ബെസ്റ്റ് വേണമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഓപ്ഷൻസ് എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും. അതെങ്ങനെ കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കുറെ ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്, മാട്രിമോണി ആപ്സ് ഉണ്ട്. അപ്പൊ ഇവരിങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത സ്വൈപ്പിലാണ് എന്റെ അടിപൊളി പാർട്ണർ, അടുത്ത സ്വൈപ്പിലാണ് എന്റെ പെർഫെക്റ്റ് പാർട്ണർ എന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ നെവർ എൻഡിങ് ആയിട്ട് കല്യാണമൊന്നും കഴിക്കാതെ ഇങ്ങനെ നമ്മുടെ കൊളോക്കിലായിട്ട് പറയുന്നത് മൂക്കിൽ മാക്സിമൈസേഴ്സ്. ഇനി സാറ്റിസ്ഫൈസേഴ്സ് ഉണ്ട്. സാറ്റിസ്ഫൈസേഴ്സ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 5-6 പോയിന്റ്സ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആയിട്ട് എന്റെ പാർട്ട്ണർ ഈ സെറ്റ് ഓഫ് കണ്ടീഷൻസ് വേണം. ആ കണ്ടീഷൻസിൽ ഒരു 80% ഒക്കെ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ അവരതങ്ങോട്ട് ചൂസ് ചെയ്യും. 80% ഓക്കെ കുട്ടിയാണ് എന്ന് മനസ്സിലായാൽ അത് ചൂസ് ചെയ്യും. പിന്നെയാണ് നീ പറഞ്ഞ എഫേർട്ട് ഇടുന്നത്. കല്യാണത്തിന് ശേഷം ഇപ്പോൾ 6 പോയിന്റ് ഉണ്ടെങ്കിൽ ആ 4 പോയിന്റ് മീറ്റ് ചെയ്തുവെങ്കിൽ മറ്റേ 2 പോയിന്റ് എങ്ങനെ ഇയാളെ കൊണ്ട് മീറ്റ് ചെയ്യിപ്പിക്കാം, എങ്ങനെ പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് 6 ഔട്ട് ഓഫ് 6 ആക്കാമെന്ന് ചിന്തിച്ച് അതിന് എഫേർട്ട് എടുക്കുന്ന ആൾക്കാരാണ് സാറ്റിസ്ഫയേഴ്സ്. അവരാണ് മാരേജിൽ സക്സസ്ഫുള്ളി ജീവിക്കാൻ പോകുന്നത്. മറ്റേ ആൾക്കാർ നെവർ എൻഡിങ് ലൂപ്പായിട്ട് ഇങ്ങനെ. സോ ബി എ സാറ്റിസ്ഫയർ, നോട്ട് എ മാക്സിമൈസർ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ടോട്ടൽ ഡിസ്കഷൻ്റെ ഫണ്ട. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള 100% ഐഡിയൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഈ ലോകത്തിലില്ല. ഇംപോസിബിൾ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഫ്ലോസും നെഗറ്റീവ് സൈഡും ഉണ്ടാവും. ആ നെഗറ്റീവ് സൈഡും ആ ഫ്ലോസും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളുടെ ഉള്ളിൽ നിന്ന് എഫർട്ട് എടുത്ത് ആ ഫ്ലോസിനെ എങ്ങനെ പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് ചിന്തിക്കുക. അവിടെയാണ് മാരേജിൻ്റെ ബ്യൂട്ടി, മാരേജിൻ്റെ സക്സസ്. Wishing everyone a very positive life. Signing off, Rax and Joby. See you another episode. Bye bye.